മെസ്സിക്ക് ബാലൻഡി ഒരട്ടെ ഇവർക്ക് പ്രശ്നമാണ്, മെസ്സിക്ക് കേരളത്തിൽ വന്നാൽ ഇവർക്ക് പ്രശ്നമാണ്. സാധാരണക്കാരല്ല, ഇവരെല്ലാം ഫുട്ബോൾ പ്ലെയർമാരാണ്. വെറുതെ അല്ല ഇവരൊന്നും ഇവിടെ എത്താതെ. എന്താ മെച്ചം എന്ന് ചോദിക്കുക, കേരളത്തിൽ എന്താ മെച്ചം? നമ്മളിപ്പോൾ ഐഫിൽ ടവർ കാണുന്നു, ചൈനയുടെ വൻമതിൽ കാണുന്നുണ്ട്, താജ്മഹൽ കാണുന്നു, നായകര വെള്ളച്ചാട്ടം കാണുന്നു. അതൊക്കെ കണ്ടിട്ട് ഇപ്പം എന്താ മെച്ചം? അതുപോലൊരു ലോകാത്ഭുതമാണ്. നമുക്ക് ദൈവം തന്ന കണ്ണുകൊണ്ട്, കാഴ്ച കൊണ്ട് കാണാൻ പറ്റിയ ഈ ലോകത്തെ ഏറ്റവും മികച്ച ഒരു അത്ഭുതമാണ് മെസ്സിന്റെ കളി. അത് കാണാൻ ആസ്വദിക്കാം. പിന്നെ കാശൊന്നും ഇവരെ പുറയുന്നൊന്നും ഗവൺമെന്റ് ഒന്നും എടുക്കുന്നല്ലോ, സ്പോൺസർ ഇല്ലേ? വരും കളി കാണും, അല്ലാണ്ടെന്താ? പിന്നെ എന്താ മെച്ചം എന്ന് വെച്ചാൽ ഇന്ത്യ അറിയാത്തവർ പോലും കേരളത്തിന് അറിയും. 300 രാജ്യങ്ങളിലുള്ളവർ കളി കാണും, അത്രയേ ഉള്ളൂ. വേറെ എന്താ മെച്ചം? ഇവരെ നേടിയെത്തൂല. ഇതാരുടെ ആഷിക്ക്? ഞാനിപ്പോൾ കേട്ടതായി പേരെന്നെ. ഈ മെസ്സി വന്നാലും വന്നില്ലെങ്കിൽ ഇവരൊന്നും നേടിയെത്തൂല. മനസ്സിലായില്ലേ? നമുക്ക് ലോക ഫുട്ബോളർ നമ്മുടെ നാട്ടിൽ പന്ത് കെട്ടി എന്നുള്ളൊരു അഭിമാനം ഉണ്ടാവും. ആ വരുന്നൊരു രംഗും സീനൊക്കെ ഒന്ന് വിചാരിച്ചു നോക്കിയേ. അങ്ങനെ ആലോചിച്ചിനിപ്പോൾ ഒരു പടം കണ്ടിട്ട് ഇപ്പോൾ നമുക്ക് എന്ത് കിട്ടാനാ? അതൊരു എൻജോയ്മെൻറ്റ്. അത് തന്നെയാണ് ലോക ഫുട്ബോളറെ കളി കാണാം. ഇവനൊന്നും പിന്നെ മെസ്സി വന്നാലും വന്നില്ലെങ്കിൽ നീ ചാറ് പൂളെല്ലാം ഏടിത്തൂര. ഇവരിലിങ്ങനെ ബാക്കിയുള്ളവരോട് കയറും കറയും പിടിച്ച് നടക്കുന്നല്ലാണ്ട് ഇവരിലെവിടെയെങ്കിലും എത്തുമോ? ഇവർക്ക് ശരിക്കും ഫുട്ബോൾ ഭ്രാന്തന്മാരാണെങ്കിൽ മെസ്സിയൊക്കെ വരാൻ ആഗ്രഹിക്കല്ലേ വേണ്ടത്, അസൂയപ്പെടേണ്ടതാ?